ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഹിസ്റ്ററിയുടെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോകളിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾ പലരും മലയാളം അതിനിടയിൽ ഒന്ന് ക്ലാസ് എടുത്തപ്പോൾ മലയാളം സെക്കൻഡ് സെം ക്ലാസ് എടുത്തപ്പോൾ ഹിസ്റ്ററിന് എടുക്കില്ലെന്ന് ചോദിച്ചു. ഹിസ്റ്ററി എന്തായാലും 6 ബ്ലോക്ക് നിങ്ങളുടെ എക്സാമിന് മുന്നേ ആയിട്ട് എടുത്ത് തരും കേട്ടോ. എടുക്കാതിരിക്കില്ല, കാരണം അവർക്ക് 4 ബ്ലോക്കേ ഉള്ളൂ. അത് പെട്ടെന്ന് തീർക്കുക. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ബ്ലോക്ക് അതും ഇതുമായിട്ട് മാറി എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ എക്സാം എല്ലാവർക്കും ഒന്നിച്ചല്ലേ വരിക. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് എടുക്കാമെന്ന്, അതിൻ്റെ ഇടയിൽ കൂടി എടുക്കാമെന്ന് കരുതിയിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. ചെയ്ത് തരും, ഹിസ്റ്ററി ഫുള്ള് ചെയ്യും. ഓക്കെ, അപ്പോൾ പോകാൻ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ഋഗ്വേദിക് സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നാണ്. ഋഗ്വേദ സമൂഹവും സംസ്കാരവും. അതായത് 2 കാലഘട്ടം, വേദകാലഘട്ടം, ആദ്യകാല കാലഘട്ടം, പിൽക്കാല വേദകാലഘട്ടം എന്ന് പറയുന്നത്. ആദ്യ വേദകാലഘട്ടമാണ് ഇത് ഋഗ്വേദ കാലഘട്ടം. അതിനെക്കുറിച്ചാണ് നമ്മളിതിൽ പറഞ്ഞ. ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹിസ്റ്ററി കാലങ്ങളായിട്ട് പഠിച്ചു പോരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഋഗ്വേദത്തിന് പ്രത്യേകത എന്താണ്? അത് രചിക്കപ്പെട്ട കാലത്തെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നൊരു ഗ്രന്ഥമാണത്. അതിൽ പ്രധാനപ്പെട്ടൊരു കഥയാണ് 10 രാജാക്കന്മാരുടെ യുദ്ധം. ചരിത്രകാരന്മാർ ഈ യുദ്ധത്തെ ഗോത്ര സംഘർഷങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. സപ്തസൈന്ധവ മേഖലയിൽ ധാരാളം ഗോത്രങ്ങൾ താമസിച്ചിരുന്നു എന്ന് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഗംഗ യമുന നദികൾക്കിടയിലേക്കുള്ള അവരുടെ കുടിയേറ്റം പിന്നീട് അത് സംഘർഷങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. പാരമ്പര്യം അനുസരിച്ച് ആര്യൻ ഗോത്രങ്ങളെ 5 ഗോത്രങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പഞ്ചജന എന്ന പേരിലാണ് 5 ഗോത്രങ്ങൾ അറിയപ്പെടുന്നത്. പഞ്ചജന എന്ന് പറഞ്ഞാൽ 5 ആളുകൾ എന്നാണ് അർത്ഥം. ഇവിടെ 5 ഗോത്രങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ 5 ഗോത്രങ്ങൾ സപ്തസൈന്ധവം കീഴടക്കുകയും ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഗംഗാ നദീതടത്തിലേക്കുള്ള കുടിയേറ്റം ഗോത്രവർഗ സംഘടനകളുടെയും യുദ്ധങ്ങളുടെയും അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു കാരണമായിട്ടാണ് അതിനെ റൊമില താപ്പർ കണക്കാക്കുന്നത്. ഈ സംഘടനകളിൽ പ്രധാനപ്പെട്ട വംശങ്ങൾ തമ്മിലുള്ള യുദ്ധവും ഉൾപ്പെട്ടിരുന്നു. ഋഗ്വേദത്തിലെ 7-ാം പുസ്തകത്തിൽ 10 രാജാക്കന്മാരുടെ യുദ്ധം അഥവാ ദശരാജ്ന യുദ്ധം, ഇതാണ് ദശരാജ്ന യുദ്ധം എന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിട്ട് തന്നെയാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. രവി എന്ന പേരിൽ അറിയപ്പെടുന്ന പൊരുഷ്ണി നദിക്കരയിൽ 10 ഗോത്രങ്ങളുടെ കൂട്ടായ്മ, ഒന്നിച്ച് 10 ഗോത്രങ്ങളുടെ ഒരു ടീം. മറുവശത്ത് എന്താണ്? ഭരതവംശവും തമ്മിൽ ഏറ്റുമുട്ടാണ്. അതായത് ഒരു വശത്ത് 10 ഗോത്രങ്ങളുള്ള ഒരു കൂട്ടായ്മ, മറുവശത്ത് ഭരത എന്ന ഗോത്രം മാത്രം, ഭരതവംശവും. അപ്പോൾ ആ 2 ടീം തമ്മിലുള്ള യുദ്ധത്തെയാണ് ഇവിടെ എങ്ങനെ ദശരാജ്ന അല്ലെങ്കിൽ 10 രാജാക്കന്മാരുടെ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് പോരാടിയ ഭരതരാജവംശം വിജയിച്ചു എന്ന് മാത്രമല്ല, അത് അവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ദാസഗോത്രത്തിൻ്റെ മുഖ്യനായ ശമ്പരനുമായും ഭരതവംശം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിൽ ഭരതർ പുരുസ് ഗോത്രവുമായി ചേർന്ന് കുരുസ് എന്ന പുതിയൊരു ഗോത്രം രൂപീകരിക്കുന്നുണ്ട്. വൺ വേർഡിന് വേണ്ടി പറയാം കേട്ടോ. പഞ്ചാലന്മാരുമായി ചേർന്ന് കുരുസ ഗോത്രം പിന്നെ ഗംഗാതടത്തിൽ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ അത് ആധിപത്യമുള്ള ഒരു ഗോത്രമായിരുന്നു ഈ ഭരത ഗോത്രം. ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഋഗ്വേദത്തിൽ നിന്നോ പിൽക്കാല ഗ്രന്ഥങ്ങളിലെ മുൻകാല സംഭവങ്ങളിൽ നിന്നോ വന്നതാണ് എന്നാണ് റൊമില താപ്പർ വാദിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം വടക്ക് പടിഞ്ഞാറ് ദോവാബ് എന്ന് പറഞ്ഞാൽ 2 നദികൾ കൂടുന്നിടത്തുള്ള ഭൂപ്രദേശം ദോവാബ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് സൂചന നൽകുന്നത്. ഈ പ്രദേശത്തെ തദ്ദേശീയർ ഒന്നുകിൽ അവരെ ആഗിരണം ചെയ്തു, അല്ലെങ്കിലോ അവരെ അരികുവൽക്കരിക്കപ്പെട്ടു, കാരണം ഒറ്റപ്പെട്ടവരാക്കിയിട്ട് കണ്ടു. കുതിരകൾ ഓടിക്കുന്ന രഥങ്ങൾ ഉള്ളതുകൊണ്ട് ആര്യന്മാർ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് RS ശർമ്മ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇൻഡോ ആര്യന്മാർ 2 തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നും ആര് പറയുന്നു? ശർമ്മ വാദിക്കുന്നു. അതായത് അവർ ഒന്നാമതായിട്ട് ആര്യന്മാർക്ക് മുമ്പുള്ളവരുമായിട്ട് യുദ്ധം ചെയ്തു, രണ്ടാമതായിട്ട് അവർ തമ്മിലും യുദ്ധം ചെയ്തു എന്നാണ് ശർമ്മ പറയുന്നത്. ഇനി ട്രൈബൽ ചീഫ്ഡമാണ്, ഗോത്രമേധാവിത്വം. ഋഗ്വേദ ആര്യന്മാർ ഗോത്രങ്ങളിലാണ് സംഘടിതരായിരുന്നത്. അതായത് ഗോത്രമാണ് അവരുടെ എല്ലാം ഭരണവും സാമൂഹിക കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അവയിൽ 5 എണ്ണമാണ് പഞ്ചജന എന്ന ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത്. ഗോത്രത്തലവനെ രാജൻ എന്നാണ് വിളിച്ചിരുന്നത്. യുദ്ധകാലത്തും സമാധാന കാലത്തും അദ്ദേഹം അവരുടെ നേതാവായിട്ട് നിലകൊണ്ടു. ഗോത്രഭരണകൂടം സ്വഭാവത്തിൽ വ്യത്യസ്തമായിരുന്നു എന്നാണ് RC മജുംദാർ അഭിപ്രായപ്പെടുന്നത്. ചില സന്ദർഭങ്ങളിൽ പാരമ്പര്യ രാജവാഴ്ചയാണ് അവിടെ ഗോത്രങ്ങളിൽ നിലനിന്നിരുന്നത്. മറ്റു ചില ഗോത്രങ്ങളിൽ ഗോത്രപ്രഭുവർഗ ഭരണ സ്വഭാവമുള്ളതായിട്ടും കണ്ടിരുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഇതോടൊപ്പം ചില ഗോത്രങ്ങളിൽ ജനാധിപത്യ സംഘടനയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവയിലെ പ്രധാനിയെ, അതായത് ആ ജനാധിപത്യ രീതിയുള്ള ഗോത്രങ്ങളിലെ പ്രധാനിയെ ഗ്രാമസഭയിലൂടെയാണ്
തിരഞ്ഞെടുത്തിരുന്നത്. ഏത് രൂപത്തിലായാലും ഒരു ഭരണരീതി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നതാണിത് തെളിയിക്കുന്നത്. രാജനെ ഭരണത്തലവനായി കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ചരിത്രകാരന്മാരുടെ അഭിപ്രായമുണ്ട്. രാജൻ, ഭൂപതി, അധിപതി തുടങ്ങിയ വിശേഷമായ പേരുകൾ സ്വീകരിച്ചിരുന്നു. അതെന്താണ് അപ്പോൾ അത് അധിപതി, ഭൂപതി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അധിപൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പകരം ഗോത്രത്തിൻ്റെയോ വംശത്തിൻ്റെയോ തലവനെ സൂചിപ്പിക്കുന്ന ഗോപതി, വിസ് തുടങ്ങിയ സ്ഥാനപ്പേരുകളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഈ സ്ഥാനപ്പേരുകൾ തലവൻ്റെ പ്രവർത്തനങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ഋഗ്വേദ രാഷ്ട്രീയത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെയും സ്വഭാവത്തെക്കുറിച്ചും ഒരു ആശയം നൽകുന്നുണ്ട്. മുഖ്യൻ എന്ന പദവി പാരമ്പര്യമായിട്ട് ലഭിച്ചതാണെന്നും ആര് വാദിക്കുന്നു? ശർമ്മ വാദിക്കുന്നുണ്ട്. എങ്കിലും രാജൻ്റെ അധികാരം ഗോത്രസഭകളിൽ മാത്രമായിട്ട് പരിമിതപ്പെട്ടു. പ്രാരംഭഘട്ടത്തിൽ രാജ വെറുമൊരു നേതാവ് മാത്രമായിരുന്നു എന്നാണ് റൊമില താപ്പർ പറയുന്നത്. ഷൈൻ അഥവാ ലീഡ് എന്ന വാക്കിൽ നിന്നാണ് രാജ എന്ന വാക്ക് ഉണ്ടായത്. ഒരു റെയ്ഡിൻ്റെ വിജയകരമായ നേതാവായിട്ടാണ് അദ്ദേഹത്തെ അതായത് ഒരു ആക്രമണത്തിൻ്റെ ഒരു വിജയകരമായ നേതാവായിട്ടാണ് രാജനെ കണക്കാക്കിയിരുന്നത്. ഈ ഘട്ടത്തിൽ നേതാവിന് കന്നുകാലികളെയും ഗോത്രത്തെയും സംരക്ഷിക്കുകയും മേച്ചൽ സ്ഥലങ്ങളെ അഥവാ വ്രജം എന്ന് പറയാം, മേച്ചൽ സ്ഥലങ്ങളുടെ വ്രജത്തെ നിയന്ത്രിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി, ആരുടെ ഗോത്രത്തലവൻ്റെ ജോലി. അതുകൊണ്ട് രാജൻ ഗോപ, ഗോപതി, ജനസ്യ ഗോപതി എന്നീ പേരുകൾ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് രാജ അല്ലെങ്കിൽ തലവൻ ഒരു റെയ്ഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെയോ നേതാവും ഗോത്രത്തെ സംരക്ഷിക്കുന്നവനുമായിരുന്നു. സംരക്ഷണം, സാമൂഹിക നിയന്ത്രണവും ആവശ്യമായി വന്നപ്പോൾ കഴിവുള്ള ഒരുവനെ തലവനായി നാമനിർദ്ദേശം ചെയ്തു എന്നും റൊമില താപ്പർ പറയുന്നുണ്ട്. അദ്ദേഹം ക്രമേണ പദവികൾ സ്വീകരിക്കുകയും പിന്നീടുള്ള ഘട്ടത്തിൽ രാജ്യത്വത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്തു, അല്ലെങ്കിൽ രാജ്യത്വത്തിൽ അത് ലയിക്കുകയും ചെയ്തു എന്നും റൊമില താപ്പർ അഭിപ്രായപ്പെടുന്നുണ്ട്. ത്രിപദിയുടെ അഭിപ്രായത്തിൽ കുലം എന്ന് വിളിക്കുന്ന കുടുംബം വൈദിക രാഷ്ട്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നായിരുന്നു. ജന അല്ലെങ്കിൽ ഗോത്ര തലവൻ്റെ കീഴിലായിരുന്നു അത് നിലനിന്നിരുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രാദേശിക രാജവാഴ്ചയോടേതായ ഒരാശയം പരിഗണിച്ചിട്ടില്ല, അത് പരിണമിച്ചിട്ടില്ല എന്ന ചരിത്രകാരന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. ആദ്യകാല വേദഗ്രന്ഥത്തിൽ ജനപദത്തെ കുറിച്ച് പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ജനപദം എന്ന് പറയുന്ന രാഷ്ട്രങ്ങളും ഉണ്ടായിരുന്നില്ല. അത് പ്രാദേശിക ഭരണകൂടത്തെ മാത്രമാണ് സൂചിപ്പിച്ചിരുന്നത്. ഇനി ട്രൈബൽ അസംബ്ലികളാണ്, അത് വളരെ പ്രധാനമാണ് കേട്ടോ. ട്രൈബൽ അസംബ്ലീസ്, ഗോത്ര അസംബ്ലികൾ, നന്നായി ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഗോത്ര അസംബ്ലികളുടെ സ്വഭാവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. രാജൻ്റെ അല്ലെങ്കിൽ മുഖ്യൻ്റെ അധികാരം പരിശോധിക്കാൻ വേണ്ടിയിട്ട് വിവിധ അസംബ്ലികൾ നിലവിലുണ്ടായിരുന്നു എന്നൊരു ദേശീയവാദ ചരിത്രകാരനായ R.C. മജുംദാർ പറയുന്നുണ്ട്. എങ്കിലും റൊമില താപ്പറിനെ പോലുള്ള ചരിത്രകാരന്മാർ ഈ അസംബ്ലികൾ കുലങ്ങളുടെ അഥവാ ഗോത്രങ്ങളുടെ കൂടിച്ചേരലുകളായിരുന്നു എന്നാണ് കരുതുന്നത്. ശർമ്മ പറയുന്നത് ഇവ ഗോത്ര അസംബ്ലികൾ അഥവാ ബന്ധുത്വ അസംബ്ലികളായിരുന്നു എന്നാണ്. ഈ അസംബ്ലികളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഗണ, വിധാത, സഭ, സമിതി, പരിഷത്ത് എന്നിവ. ഇതൊക്കെയാണ് ഗണ, വിധാത, സഭ, സമിതി, പരിഷത്ത് കേട്ടോ. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ചുരുക്കിയിട്ട് ഇങ്ങനെ പറയണം. ഓരോന്നും 2 മാർക്കിനും ചോദിക്കും. ഒന്നിച്ച് ട്രൈബൽ അസംബ്ലികളെ കുറിച്ച് ചോദിക്കും, ഏത് പീരീഡിൽ, ഋഗ്വേദിക് പീരീഡിൽ കേട്ടോ. അപ്പോൾ ജന ആദ്യം നമുക്ക് ജന അല്ല ഗണ അല്ലേ പറയുന്നത്. ഗണ, വിധാത, സഭ, സമിതി, പരിഷത്താണ്. അപ്പോൾ ഗണ നോക്കാം. റൊമില താപ്പറിൻ്റെ അഭിപ്രായത്തിൽ ഗണയെ 2 വ്യത്യസ്ത രീതികളിൽ മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഗോത്ര സമ്പ്രദായത്തിലെ ഉപഗ്രൂപ്പുകളായ ഭരണസമിതികളായിട്ടാണ് ഗണയെ അവർ തിരിച്ചറിയുന്നത്. രണ്ടാമതായിട്ട് പൊതുപൂർവികരുടെ പേരിലാണത് അറിയപ്പെട്ടത്. അതായത് ഏതെങ്കിലും ഒരു പൊതുപൂർവികൻ്റെ പേരിൽ ഗണ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ അത് എന്തിൻ്റെ പേരിലാണ്? ഒന്നാമത് ഗോത്ര സമുദായത്തിൻ്റെ പേരിലാണത് അറിയപ്പെടുന്നത്. അങ്ങനെ 2 തരത്തിലതിനെ മനസ്സിലാക്കാമെന്നാണ് റൊമില താപ്പർ പറയുന്നത്. അതിനൊരു നിർവചനവും കൊടുക്കുന്നുണ്ട്. സമപ്രായക്കാരായ തുല്യ പദവിയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഒരു ബോഡി എന്നാണ് റൊമില താപ്പർ ഗണയ്ക്ക് നൽകിയിട്ടുള്ള നിർവചനം. ഇനി വിധാതയാണ് രണ്ടാമത്തത്. ജർമ്മൻ ഇൻഡോളജിസ്റ്റായ റുഡോൾഫ് വോൺ റോത്തിൻ്റെ അഭിപ്രായത്തിൽ വിധാത എന്നത് ഒരു ഓർഡറാണ്. ഒരു ഓർഡർ എന്ന് പറയില്ലേ, അതാണ്. ജർമ്മൻ ഇൻഡോളജിസ്റ്റ് തന്നെയായ ഹെർമൻ ഓൾഡൻബെർഗിൻ്റെ അഭിപ്രായത്തിൽ വിധാത എന്ന പദത്തിൻ്റെ അർത്ഥം ഓർഡിനൻസ് എന്നാണ്. അപ്പോൾ ഈ ഓർഡിനൻസ് അതായത് വിധാതയുടെ ഘടന സ്വഭാവം പരിഗണിച്ചത് ഇന്തോ ആര്യന്മാരുടെ ഏറ്റവും മികച്ച കൂട്ടായ സ്ഥാപനമാകാമെന്നാണ് ശർമ്മ വാദിച്ചത്. വേദസാഹിത്യത്തിൽ 122 തവണ വിധാത എന്ന പദം പരാമർശിച്ചിട്ടുണ്ട്. ഇത് സഭയുടെ പ്രാധാന്യത്തെയാണ് വിധാത എന്ന സഭയുടെ അസംബ്ലിയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികവും സൈനികവും മതപരവും സാമൂഹികവുമായ എല്ലാത്തരം പ്രവർത്തനങ്ങളും നടത്തുന്ന
പുരുഷന്മാരും സ്ത്രീകളും പങ്കെടുത്ത ഇന്തോ ആര്യന്മാരുടെ ആദ്യകാല നാടോടി കൂടിച്ചേരൽ എന്നാണ് ശർമ്മ വിധാതക്ക് കൊടുത്തിട്ടുള്ള നിർവചനം. വിസ് അഥവാ അല്ലെങ്കിൽ ജനങ്ങൾ, അംഗങ്ങൾ, രാജൻ എന്നിവർ പങ്കെടുത്ത സമ്മേളനങ്ങളെയാണ് വിധാത അല്ലെങ്കിൽ വിധാതയിൽ നടക്കുന്നത് എന്നാണ് ചില ചരിത്രകാരന്മാരുടെ വാദം. യുദ്ധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ഈ വിധാതയിൽ ചർച്ചകൾ നടത്തിയിരുന്നു. വിധാതയുടെ സൈനിക സ്വഭാവത്തനുസരിച്ച് ഋഗ്വേദത്തിൽ ചില പരാമർശങ്ങളുണ്ട്. ഗോത്ര യുദ്ധങ്ങൾ നടത്തൽ വിധാത രൂപീകരിച്ചിട്ടായിരിക്കാമെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. സമ്പാദിച്ച യുദ്ധമുതലുകൾ വിതരണം ചെയ്യുകയും പങ്കിടുകയും ചെയ്യുന്ന സമ്മേളനമാണ് വിധാത എന്നൊരു അഭിപ്രായം കൂടി റോമില താപ്പർക്കുണ്ട്. മുഖ്യൻ്റെ സാഹസങ്ങളെ കവികൾ വാഴ്ത്തുന്ന സമ്മേളനം കൂടിയായിരുന്നു അത്. അതായത് യുദ്ധത്തിൽ മുഖ്യ വിജയിക്കുകയാണെങ്കിൽ അതിനെ വാഴ്ത്താനുള്ള ഒരു സമ്മേളനം കൂടിയായിരുന്നു എന്ന് റോമില താപ്പർ പറയുന്നത്. അതുകൊണ്ട് ഇത് കന്നുകാലി ആക്രമണങ്ങളുമായും അതുപോലെ വീരോചിത ചൂഷണങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അസംബ്ലിയാണ് എന്നും റോമില താപ്പർ പറയുന്നു. സമ്പത്ത് പുനർവിതരണം ഒരു ആചാരമായിട്ടാണ് ആ കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് വിധാതയെ യജ്ഞവുമായി താരതമ്യം ചെയ്യാമെന്നും റോമില താപ്പർ പറയുന്നുണ്ട്. ഇനി സഭ സമിതിയെ, രണ്ട് അസംബ്ലികളെക്കുറിച്ചാണ്. സഭ ഗ്രാമസഭകളുടെ സമ്മേളനമാണെന്നാണ് സിമ്മർ പരാമർശിച്ചത്. അതേസമയം സമിതി ഗോത്രത്തിൻ്റെ കേന്ദ്ര സമ്മേളനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ രാജാവ് പങ്കെടുത്തു. സമിതിയിൽ രാജാവും പങ്കെടുത്തിരുന്നു. സ്കോട്ടിഷ് ഇൻഡോളജിസ്റ്റായ ആർതർ ബെറിഡേൽ കീത്ത് പറയുന്നതനുസരിച്ച് സമിതി ഗോത്രത്തിൻ്റെ ബിസിനസ്സിനായുള്ള ജനങ്ങളുടെ സമ്മേളനമാണ്. എന്നാൽ സഭ സൂചിപ്പിക്കുന്നത് എന്താണ്? സമ്മേളന സ്ഥലത്തെയാണ്. അത് സാമൂഹിക ഒത്തുചേരലുകളുടെ കേന്ദ്രമായിട്ട് വർത്തിച്ചു. പൊതുസംഭാഷണം, സംവാദം, വാക്കാലുള്ള മത്സരങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു യോഗസ്ഥലമായിട്ട് വർത്തിച്ചിരുന്ന സഭ ഒരു ഗ്രാമസഭയാണെന്നാണ് RC മജുംദാർ വാദിച്ചത്. അതുകൊണ്ട് സഭ എന്താണ്? പ്രാദേശികം എന്നും സമിതിയെ കേന്ദ്ര അസംബ്ലി എന്നും അർത്ഥമാക്കുന്നു എന്നാണ് മജുംദാറിൻ്റെ വാദം. റോമില താപ്പറിൻ്റെ അഭിപ്രായത്തിൽ സഭ എന്നാൽ ബന്ധുക്കളുടെ സമ്മേളനം എന്നാണ് അർത്ഥമാക്കുന്നത്. അത് അതിൻ്റെ അംഗത്വത്തെ പ്രത്യേകമാക്കുന്നു എന്നും താപ്പർ പറയുന്നു. സമിതിയെ വംശത്തിൻ്റെ സമ്മേളനം എന്ന് നിർവചിക്കാമെന്നാണ് താപ്പർ പറയുന്നത്. ഇത് സഭയേക്കാൾ തുറന്ന സമ്മേളനമായിരുന്നു എന്നും അവർ പറയുന്നു. ഉപീന്ദർ സിംഗിൻ്റെ അഭിപ്രായത്തിൽ സഭ ഒരു ചെറിയ എലൈറ്റ് സമ്മേളനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജൻ്റെ അധ്യക്ഷതയിലുള്ള പൊതുസമ്മേളനമാണ് എന്നാൽ സമിതി എന്നും ആര് പറയുന്നു? ഉപീന്ദർ സിംഗ് പറയുന്നു. ഈ രണ്ട് അസംബ്ലികൾ, അതായത് സഭയും സമിതിയും പ്രജാപതിയുടെ രണ്ട് പെൺമക്കളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഋഗ്വേദ കാലത്ത് സ്ത്രീകൾ സഭയിലും വിധാതയിലും പങ്കെടുത്തിരുന്നു. സഭയും സമിതിയും പോലുള്ള അസംബ്ലികൾ ഗോത്രവർഗവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ശർമ്മ അഭിപ്രായപ്പെടുന്നത്. സഭയുടെ കാര്യത്തിൽ അതിൻ്റെ ഗോത്ര സ്വഭാവം തെളിയിക്കാൻ വ്യക്തമായ തെളിവുകളൊന്നും അക്കാലത്തേതായിട്ട് ലഭ്യമായിട്ടില്ല. ഇനി പരിഷത്ത്, ലാസ്റ്റത്തത്. ആദ്യകാല ഗ്രാമങ്ങളിൽ പരിഷത്ത് എന്ന പദം വളരെ കുറച്ച് മാത്രമേ ആദ്യകാല ഗ്രന്ഥങ്ങളിൽ പരിഷത്ത് എന്ന പദം വളരെ കുറച്ച് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. എങ്കിലും അസംബ്ലിയിൽ വളരെ കുറഞ്ഞ അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പരിഷത്ത് എന്ന അസംബ്ലിയിൽ. ഇത് ഒരു പ്രത്യേക ഉപദേശക ബോഡിയായിരിക്കാമെന്നാണ് അല്ലെങ്കിൽ അത് അക്കാലത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ഉപദേശക ബോഡിയായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ തിരഞ്ഞെടുത്ത അംഗങ്ങളെ അതിലുണ്ടായിരുന്നുള്ളൂ എന്നും റോമില താപ്പർ പറയുന്നു. ഇനി നമുക്ക് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഏത് കാലഘട്ടത്തിലെ? ഋഗ്വേദ കാലഘട്ടത്തിൽ. രാഷ്ട്രീയ സംഘടന. രാജനായിരുന്നു ഗോത്ര സംരക്ഷകൻ. അദ്ദേഹം കന്നുകാലികളെ സംരക്ഷിച്ചു. കന്നുകാലികൾക്ക് വേണ്ടി പോരാടി. പലപ്പോഴും കന്നുകാലിക്ക് വേണ്ടി പ്രാർത്ഥനകൾ വരെ രാജൻ നടത്തിയിരുന്നു എന്ന് പറയും. കിരീടമണിഞ്ഞ രാജ്ഞി മഹിഷി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈനംദിന ഭരണത്തിൽ ചില ഉദ്യോഗസ്ഥർ മുഖ്യനെ സഹായിച്ചിരുന്നു. പുരോഹിതനും സേനാനിയും ഗ്രാമിണിയും അതുപോലെ അവരാണ് ഭരണകാര്യത്തിൽ രാജനെ സഹായിച്ചിരുന്ന പ്രധാനികളായിട്ടുള്ള ആളുകൾ. ദൈനംദിന ഭരണത്തിൽ പുരോഹിതൻ മുഖ്യനെ സഹായിച്ചു. ഋഗ്വേദത്തിൽ വസിഷ്ഠൻ, വിശ്വാമിത്രൻ എന്നീ രണ്ട് പുരോഹിതന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പുരോഹിതന്മാർ യജമാനൻ്റെ വിജയത്തിനായി മന്ത്രങ്ങളും ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിന് പകരമായിട്ട് സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. സേനാനിയായിരുന്നു മറ്റൊരു പ്രധാന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം സൈന്യത്തിൻ്റെ തലവനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ രാജൻ സൈന്യത്തെ നിലനിർത്തിയിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. പക്ഷേ സൈനിക പ്രവർത്തനങ്ങൾക്കായി രാജൻ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ വ്രത, ഗണ, ഗ്രാമ, ശ്രാദ്ധ തുടങ്ങിയ സൈനിക വിഭാഗത്തെ വിളിച്ചുകൂട്ടിയിരുന്നു ആവശ്യം വരുമ്പോൾ. റവന്യൂ പിരിവിനായും നീതിന്യായത്തിനും പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ ഇല്ലായിരുന്നു എന്ന് ശർമ്മ പറയുന്നുണ്ട്. മേച്ചിൽപ്പുറങ്ങളുടെ മേൽനോട്ടം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു വ്രത
വ്രജപതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കുലഭൻ, ഗ്രാമിണി എന്ന് വിളിക്കപ്പെട്ടിരുന്ന കുടുംബനാഥനെ അദ്ദേഹം യുദ്ധത്തിലേക്ക് നയിച്ചു. മുഖ്യൻ രാജൻ. സൈനിക പ്രവർത്തനങ്ങൾ ഗണ, ഗ്രാമ, സർദ എന്നീ ഗോത്രവിഭാഗങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള പദവികൾ പ്രാദേശിക ഭരണത്തെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് ശർമ്മയുടെ വാദം. പ്രതിരോധത്തിനും കുറ്റകൃത്യത്തിനും യോജിച്ചൊരു ഗോത്രവർഗ സംഘടനയാണ് ഋഗ്വേദത്തിൽ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു സർക്കാരിൻ്റെ സൈനിക സംഘടന അപ്പോഴും ശക്തമായിരുന്നു എന്നും ആര് പറയുന്നുണ്ട്? ശർമ്മ പറയുന്നുണ്ട്. ജനങ്ങൾ തുടർച്ചയായ വിപുലീകരണത്തിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് പ്രാദേശിക ഭരണമോ സിവിൽ സംവിധാനമോ ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഋഗ്വേദ കാലഘട്ടത്തിലെ ചില അടിസ്ഥാന രാഷ്ട്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേക പ്രദേശമില്ലാത്ത ഗോത്ര മേധാവിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു രാഷ്ട്രീയ വ്യവസ്ഥ എന്നാണ് DN ധ അഭിപ്രായപ്പെടുന്നത്. ഇനി സോഴ്സസ് ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ ഉറവിടങ്ങൾ. രാജൻ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ഗോത്രങ്ങളെ യുദ്ധത്തിൽ നയിക്കുകയും ചെയ്തു പറഞ്ഞതാണ്. ഇതിന് പകരമായി ജനങ്ങൾ പലപ്പോഴും സ്വന്തം താല്പര്യപ്രകാരം സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അതിന് പകരമായിട്ട് ഒരു പാരിതോഷികം കൊടുത്തിരുന്നു. പക്ഷേ ഒരു നിശ്ചിത നികുതിയെക്കുറിച്ച് എവിടെയും പരാമർശിച്ചിട്ടില്ല ഋഗ്വേദത്തിൽ. മാത്രവുമല്ല റോമില താപ്പർ DN ധായൊക്കെ പറയുന്നത് ഈ ജനങ്ങളുടെ കന്നുകാലികളുടെ ആക്രമണങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച് കിട്ടുന്ന പണം അവരുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു എന്നാണ്. രാജൻ ജനങ്ങളിൽ നിന്ന് ബലി എന്ന വഴിപാട് സ്വീകരിച്ചിരുന്നു. മിച്ചോൽപാദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലിയെ കണ്ടത്. രാജകുമാരനോ ദൈവത്തിനോ ഉള്ള ആദരവായിരുന്നു ബലി. മുഖ്യന് നൽകിയ ആദരവ് നിർബന്ധമായിരുന്നു. പക്ഷേ അത് നിർബന്ധമാണെന്ന് കാണിക്കാൻ തെളിവുകളൊന്നുമില്ല എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ബലികർമ്മങ്ങൾക്ക് ശേഷം പുരോഹിതൻ ദാനം ദക്ഷിണയും സ്വീകരിച്ചു. അനുഷ്ഠാനം അനുഷ്ഠിക്കുന്ന വ്യക്തിക്കുള്ള സമ്മതത്തിൻ്റെ അല്ലെങ്കിൽ സമ്മാനത്തിൻ്റെ രൂപത്തിലുള്ള ഒരു കൂലിയാണ് ദക്ഷിണ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ദക്ഷിണ സമ്പത്തിൻ്റെ വിതരണത്തിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദാനം അല്ലെങ്കിൽ സമ്മാനം, ദക്ഷിണ അല്ലെങ്കിൽ ഫീസ് എന്നിവയുടെ സ്ഥാപനം രക്ഷാധികാരിയും മേധാവിയും തമ്മിൽ അടുത്തൊരു ബന്ധം സ്ഥാപിച്ചു. യുദ്ധക്കൊള്ളയായിരുന്നു മറ്റൊരു സാമ്പത്തിക ഉറവിടം. പറഞ്ഞല്ലോ, കീഴടക്കിയ കൊള്ള വംശങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു, വിവിധ വർഗ്ഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. പക്ഷേ ഈ വിതരണം അസമമായിരുന്നു, തുല്യമായിട്ട് വിതരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സമ്മാനങ്ങൾ പ്രധാനമായും പുരോഹിതന്മാർക്കിടയിൽ വിതരണം ചെയ്തു. ഋഗ്വേദത്തിലെ ദാനം, സ്തുതി സാമ്പത്തിക വിതരണത്തിനുള്ള സൂചനയാണ് നൽകുന്നത്. കന്നുകാലികൾ, കുതിരകൾ, സ്വർണം, രഥങ്ങൾ, സ്ത്രീ അടിമകൾ എന്നിവ പലപ്പോഴും പുരോഹിതന്മാർക്ക് വിതരണം ചെയ്യപ്പെട്ടു. സമ്പത്ത് പുരോഹിതരുടെയും പ്രമാണിമാരുടെയും കുടുംബങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും വംശത്തിലെ ബാക്കിയുള്ളവരെ അവഗണിക്കുകയും ചെയ്തു എന്നാണ് റോമില താപ്പറിൻ്റെ വാദം. ഇനി അവരുടെ പാസ്റ്ററലിസം, അഗ്രികൾച്ചർ ആൻഡ് അതർ ആക്ടിവിറ്റീസ്, മേച്ചിൽ സ്ഥലങ്ങൾ, കൃഷി, മറ്റ് പ്രവർത്തനങ്ങൾ. കന്നുകാലികളെ വളർത്തുന്ന ഇടയ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ സമ്മിശ്ര സമ്പദ്വ്യവസ്ഥയുള്ള അർദ്ധനാടോടികളായ ആളുകളായാണ് ആര്യന്മാർ ഇന്ത്യയിൽ വന്നതെന്നാണ് ചരിത്രകാരന്മാരുടെ വാദം. ശർമ്മയുടെ അഭിപ്രായത്തിൽ ആര്യന്മാർ കൃഷിയിൽ ഉന്നതമായ അറിവുള്ളവരായിരുന്നു. വ്യത്യസ്ത കാലാവസ്ഥകളെക്കുറിച്ച് അവർക്കറിയാം. അതുപോലെ വ്യത്യസ്ത വിളകളെക്കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. BC 6000 ശേഷം കന്നുകാലികളെയും കുതിരകളെയും ഇണക്കി വളർത്തിയതോടെ ഇടയ ജീവിതവും നാടോടി ജീവിതവും പ്രബലമായതായി അദ്ദേഹം വാദിച്ചു. ശർമ്മ. അതിനാൽ കൃഷി ഒരുപക്ഷെ പ്രധാനമായും കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയതായിരിക്കാം എന്നും അദ്ദേഹം, അതായത് കാലിത്തീറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്തിരുന്നത് എന്നും ശർമ്മ വാദിക്കുന്നുണ്ട്. ആദിമ വൈദികരുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനം കന്നുകാലി വളർത്തലായിരുന്നു എന്ന് ഋഗ്വേദത്തിൻ്റെ കുടുംബ പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കന്നുകാലികൾ സാമ്പത്തിക അളവുകോലായി മാറി. സമ്പത്തിൻ്റെ പ്രധാന സ്രോതസ്സായിരുന്നു പശുപരിപാലനം. സമ്പദ് വ്യവസ്ഥ കന്നുകാലികളുടെ വർധനവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കന്നുകാലികളുടെ പ്രാധാന്യം ഗോവരയിലെ ഗോമാതാവ്, ഗോ എന്ന വിശേഷണം ഉൾക്കൊള്ളുന്ന വാക്കുകളിൽ നിന്ന് രൂപപ്പെട്ടതായിരിക്കാമെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഗാവിഷ്ഠി എന്ന് വിളിക്കപ്പെടുന്ന കന്നുകാലികളുടെ ശേഖരം പ്രജനനത്തിലൂടെയും മറ്റ് കന്നുകാലികളെ പിടിച്ചെടുക്കുന്നതിലൂടെയുമാണ് ഉണ്ടാകുന്നത്. കന്നുകാലി ആക്രമണങ്ങൾ പതിവായിരുന്നു എന്നും പറയുന്നുണ്ട്. ഗോഷ്ട, ഗവ്യത്, ഗവ്യു, ഗവേഷണ എന്നിവയായിരുന്നു കന്നുകാലി ആക്രമണത്തിൻ്റെ പേരുകൾ. പശുക്കളുടെ വിജയിയായ ഗോജിത്ത് നായകൻ്റെ വിശേഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടയന്മാരെ പിടികൂടുന്നത് പലപ്പോഴും കന്നുകാലി ആക്രമണത്തിൻ്റെ കൂടെയായിരുന്നു. അതായത് എരുമ ഗൗരി അഥവാ ഗവാല എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. പശുവിനൊരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു എന്ന് ഒരു
സൂചിപ്പിക്കുന്ന പല തെളിവുകളും അക്കാലത്തേതായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഗോമത് എന്നാണ് പശുവിനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പദം. കുതിരകളുടെ എണ്ണം, കന്നുകാലി ആക്രമണം, കുടിയേറ്റം എന്നിവ കൊണ്ട് സമ്പത്ത് കണക്കാക്കി. പശുവിനെ മൂല്യത്തിൻ്റെ പ്രധാന യൂണിറ്റായി കണക്കാക്കി. അതായത് ഏതൊരു വസ്തു അളന്നു കൊടുക്കുമ്പോൾ പശുവിൻ്റെ തൂക്കത്തിനോ അല്ലെങ്കിൽ പശുവിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ അതാണ് പശുവിന് മൂല്യത്തിൻ്റെ പ്രാധാന്യം പശുവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് കന്നുകാലികൾ വിനിമയ മാധ്യമമായിട്ട് മാറി. പശുവിന് പുതയിടൽ എന്നർത്ഥം വരുന്ന ദുഹിത്രി എന്നാണ് മകൾ അറിയപ്പെട്ടിരുന്നത്. കൊല്ലപ്പെടാൻ പാടില്ലാത്ത ഒരു മൃഗമെന്ന നിലയിൽ അഗ്ന്യ എന്ന് പശുവിനെ പലപ്പോഴും വിവരിക്കാറുണ്ട്. പക്ഷേ ഇക്കാലത്ത് പശുവിനെ പരിശുദ്ധമായി കണക്കാക്കിയിട്ടില്ല. കാരണം ഭക്ഷണത്തിന് വേണ്ടി പശുവിനെയും കാളയെയും ഒക്കെ അറുക്കുന്നതിനെ പറ്റി പരാമർശമുണ്ട് ഋഗ്വേദത്തിൽ. പശുക്കൾക്കൊപ്പം ആട്, ചെമ്മരിയാട് എന്നിവയും അവർ വളർത്തിയിരുന്നു. ഇനി അവരുടെ തൊഴിൽ, ഒക്യുപ്പേഷൻ. കന്നുകാലി വളർത്തലിനോടൊപ്പം കൃഷിയെക്കുറിച്ചും ഋഗ്വേദക്കാർ ബോധവാന്മാരായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാർഷിക പ്രവർത്തനങ്ങളെ അനുബന്ധ പ്രവർത്തനങ്ങളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ഋഗ്വേദത്തിലെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കുറവാണ്. ഋഗ്വേദത്തിലെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് 21 പരാമർശങ്ങളുണ്ടെന്ന് R.S. ശർമ്മ പറയുന്നു. ഹല അഥവാ നിലമുഴൽ എന്ന പദം ആദ്യകാല ഗ്രന്ഥത്തിൽ കാണുന്നില്ല. എങ്കിലും ആദ്യകാല ഗ്രന്ഥങ്ങളിൽ കലപ്പയെ സൂചിപ്പിക്കുന്ന ലങ്കാല, സിറ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. നിലമുഴാൻ കാളകളെയാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നും അനുമാനിക്കപ്പെടുന്നു. ഉറപ്പില്ല, അനുമാനിക്കപ്പെടുന്നു. അവർ കൃഷിക്ക് തടി കൊണ്ടുള്ള കലപ്പ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റുപകരണങ്ങളിൽ ഗണിത്ര അഥവാ തൂവാല, ദാത്ര അഥവാ അരിവാള്, പരശു അഥവാ കോടാലി എന്നിവ ഉൾപ്പെട്ടിരുന്നു. കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചതില്ല കേട്ടോ. ചെമ്പുപകരണങ്ങളെ കാർഷിക ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടില്ല. കൃഷി ചെയ്ത വയലുകളെ ക്ഷേത്രം എന്നും ഫലഭൂഷ്ടമായ ഭൂമിയെ ഉർവര എന്നുമാണ് വിളിച്ചിരുന്നത്. ഋഗ്വേദത്തിൽ യവ അഥവാ ബാർലി മാത്രമേ കൃഷി ചെയ്തിരുന്നുള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ ഋഗ്വേദത്തിൽ കാണുന്ന സൂചന എന്ന് പറയുന്നത്. അവർ നെല്ല് കൃഷി ചെയ്തു എന്ന് ഇതിനൊരു ഉറപ്പുമില്ല. വിഹ എന്നറിയുന്ന വാക്ക് പൊതുവെ ഒരു വിളയെയാണ് സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് നെല്ലാണ് എന്ന് പറയാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. ആദ്യകാല വേദകാലഘട്ടത്തിൽ ഭൂമിയുടെ സ്വകാര്യ സ്വത്ത് എന്ന ആശയം ഉണ്ടായിരുന്നില്ലെന്ന് ശർമ്മ അതുപോലെ ഒക്കെ വാദിക്കുന്നുണ്ട്. ഇരുമ്പ് കലപ്പയുടെ അഭാവവും ആവശ്യത്തിന് ജലലഭ്യതയും കാരണം നദീതീരങ്ങളിൽ നിന്ന് നദീതീരങ്ങളിലേക്ക് അവരെന്ത് ചെയ്തിരുന്നു, കൃഷി മാറി മാറി പോയി ചെയ്തതായിട്ട് സൂചന ലഭിക്കുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്തെ കൃഷി അധിക നാളങ്ങനെ നീണ്ടു നിന്നിട്ടില്ല. അപ്പോൾ അവിടെ വെള്ളത്തിന് പ്രയാസം വരുമ്പോൾ അപ്പോൾ അടുത്തൊരു നദിക്കരയിലേക്ക് പോയിട്ട് അവിടെ കൃഷി എന്ന രീതിയിലുള്ളൊരു മാറി മാറിയുള്ള നദീതട കൃഷിയാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഭൂമിയുടെ വിൽപ്പനയെക്കുറിച്ചുള്ള പരാമർശങ്ങളും അക്കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഉയൽ, വിതയ്ക്കൽ, കൊയ്യൽ, മെതിയൽ, വെട്ടൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങളുടെ അനുമാനം ഋഗ്വേദത്തിൻ്റെ അവസാന ഭാഗത്താണ് കാണുന്നത്. ആദ്യകാല വേദകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ സ്ഥിരത കൈവരിച്ചതായിട്ടാണത് സൂചിപ്പിക്കുന്നത്. ഇനി ക്രാഫ്റ്റ്സ്, കരകൗശലത്തെക്കുറിച്ച്. മരപ്പണിക്കാർ, രഥനിർമ്മാതാക്കൾ, നെയ്ത്തുകാർ, കുശവന്മാർ തുടങ്ങിയ കരകൗശല വിദഗ്ധർ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. രണവീർ ചക്രവർത്തിയുടെ അഭിപ്രായത്തിൽ ഋഗ്വേദത്തിൽ ഈ പദങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു എന്ന് തോന്നുന്നതുകൊണ്ട് കലാപരമായ പ്രവർത്തനങ്ങൾ അവരുടെ പ്രാഥമിക ഘട്ടത്തിലായിരുന്നു, തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് രണവീർ ചക്രവർത്തി പറയുന്നത്. ഉണ്ട്, പക്ഷെ കൂടുതൽ അങ്ങോട്ട് പ്രായോഗികമായിട്ടില്ല. ആദ്യകാല ആര്യന്മാർക്ക് പുതിയ സാങ്കേതിക വിദ്യ ഇല്ലാത്തതുകൊണ്ട് അവർ കുതിരകളെ വളർത്തുകയും രഥങ്ങളും ചില വെങ്കല ആയുധങ്ങളും ഉപയോഗിക്കുകയും ചെയ്തതായിട്ട് ചരിത്രകാരന്മാർ തീരുമാനിക്കുന്നു. ലോഹങ്ങളെക്കുറിച്ചുള്ള അവരുടെ അറിവ് പരിമിതമായിരുന്നു. ഋഗ്വേദത്തിൽ ഒരു ലോഹമായി ചെമ്പ് അഥവാ വെങ്കലം മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ബി ലാലിനെ പോലുള്ള ചില പണ്ഡിതന്മാർ അയസ് അഥവാ ഇരുമ്പിനെയാണ് അയസ് എന്ന് വിളിക്കുക എന്ന പദം ഇരുമ്പ് എന്ന അർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നാണ് പിന്നീട് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് ലോഹവസ്തുക്കളായ കെഹുറ അഥവാ റേസർ, ഖാദി, അസ്ത് അഥവാ കോടാലി എന്നിവ മാത്രമാണ്. ഇനി അവരുടെ സോഷ്യൽ ഓർഗനൈസേഷനാണ് ട്രൈബ് ആൻഡ് ഫാമിലി, സാമൂഹിക സംഘടന, ഗോത്രവും കുടുംബവും. ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക ഘടന ഗോത്ര സ്വഭാവമുള്ളതും ബന്ധുത്വത്തിൽ അധിഷ്ഠിതമായതുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ യൂണിറ്റുകളിൽ ജന, വിഷ്, ഗണ, ഗൃഹ, കുല എന്നിവ ഉൾപ്പെടുന്നു. ഈ യൂണിറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് രാജഭരണം. ഋഗ്വേദത്തിലെ ജന എന്നത് അനേകം വിസ്സുകൾ അഥവാ വിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോത്രങ്ങൾ ചേർന്നതാണ് കേട്ടോ. പിന്നെ വിസ് എന്നതിൻ്റെ അർത്ഥം ആളുകൾ അഥവാ വംശം എന്നാണ് കേട്ടോ. വിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആളുകൾ അഥവാ വിസ് എന്നാണ്. ശർമ്മയുടെ അഭിപ്രായത്തിൽ ബന്ധമില്ലാത്ത കുടുംബങ്ങളുടെ അർദ്ധ ഇടയ വിഭാഗമാണ് കുലം.
അതിനാൽ കുല അഥവാ കുടുംബം ഏറ്റവും ചെറിയ യൂണിറ്റാണ്. അതിനാൽ ഋഗ്വേദ സമൂഹം ഒരു സാധാരണ വംശാധിഷ്ഠിത സമൂഹമാണ് എന്നാണ് ശർമ്മയും വാദിക്കുന്നത്. ആര്യൻ ഗോത്ര സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം കുലമാണ്. അത് ഒരു പുരുഷാധിപത്യ കുടുംബമാണ്. കുടുംബത്തിലെ മുതിർന്ന പുരുഷനായിരുന്നു കുലപ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കുടുംബത്തിൻ്റെ സംരക്ഷണമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. ഋഗ്വേദ സമൂഹത്തിന് അടിമത്തം പരിചിതമായിരുന്നു. യുദ്ധത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ അവർ അടിമകളാക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു. ഋഗ്വേദത്തിൽ അതിന് പരാമർശങ്ങളുമുണ്ട്. അടിമകൾ വീട്ടുജോലി ചെയ്യാറുണ്ടെന്നും ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്ക് വരെ അവരെ നിയമിച്ചിരുന്നു എന്നൊക്കെ ഉപീന്ദർ സിംഗ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഋഗ്വേദ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥാനം മികച്ചതായിരുന്നു. സ്ത്രീകൾ വിദ്യാഭ്യാസം നൽകിയിരുന്നവർ അവരെ അതിനെ പരിഗണിച്ചിരുന്നു. അവർ ഭർത്താക്കന്മാരോടൊപ്പം ആചാരങ്ങളിലും യാഗങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. വിശ്വവര അതുപോലെ അപാല തുടങ്ങിയ അവരുടെ ആ കാലഘട്ടത്തിലെ പ്രധാന സ്ത്രീകൾ ബലിയർമ്മകളിൽ മറ്റുമൊക്കെ പങ്കെടുത്തിരുന്നതായിട്ട് ആ പേരുകളിൽ അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എങ്കിലും വനിതാ പുരോഹിതന്മാരെക്കുറിച്ച് ഋഗ്വേദത്തിൽ പരാമർശമില്ല. ഋഗ്വേദ സ്തുതികളുടെ അതായത് ശ്ലോകങ്ങളുടെ രചനയിലും സ്ത്രീകൾക്ക് പങ്കുണ്ടായിരുന്നു. അവർക്കതിന് ബഹുമതികളും ലഭിച്ചിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ വിവാഹം സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. ഏകഭാര്യത്വമാണ് വിവാഹത്തിൽ സാധാരണയായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു രീതി. ഋഗ്വേദത്തിൽ സതി ആചാരത്തെക്കുറിച്ച് പരാമർശങ്ങളില്ല. എന്നാൽ വിധവാ പുനർവിവാഹ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഇനി ഡിവിഷൻസ് ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻസാണ്. BC 1500-1000 കാലഘട്ടത്തിൽ ഋഗ്വേദ ജനതയുടെ ശാരീരിക രൂപത്തെക്കുറിച്ച് ചില അവബോധം കാണുന്നുണ്ട്. ആദ്യകാല വേദ പശ്ചാത്തലത്തിലെ വർണ്ണം എന്ന സങ്കല്പം നിറത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്തോ ആര്യന്മാർ സംസാരിക്കുന്നവരെ നീതിമാന്മാരാണെന്നും അതുപോലെ തന്നെ തദ്ദേശവാസികൾ ഇരുണ്ട നിറമുള്ളവരാണെന്നും ധാരണ അതിൽ നിന്ന് നൽകുന്നുണ്ട്. ഋഗ്വേദ കാലഘട്ടത്തിലെ വർണ്ണം എന്ന പദം ആര്യന്മാരും തദ്ദേശീയരും തമ്മിലുള്ള മുഖച്ഛായ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന, അതായത് ആരാണ് ശ്രേഷ്ഠരാരാണ് മോശമെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നതാണെന്നാണ് ഡിയൻത അഭിപ്രായപ്പെടുന്നത്. എങ്കിലും വർണ്ണ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ ഉദയത്തെ സൂചിപ്പിക്കാൻ ചില പണ്ഡിതന്മാർ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. നിറവ്യത്യാസം ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക ക്രമത്തിന് കാരണമായി തീർന്നു. ഋഗ്വേദം പലപ്പോഴും 2 വർണ്ണങ്ങളെയാണ് പരാമർശിക്കുന്നത്. ആര്യവർണ്ണവും പിന്നെ ദസ്യൂസ് വർണ്ണവും. ദസ്യൂസ് എന്ന പേരിൽ ദസ്യൂക്കളെ സൂചിപ്പിക്കാൻ ഋഗ്വേദം കൃഷ്ണത്വജ് എന്ന പദമാണ് ഉപയോഗിച്ചത്. കൃഷ്ണത്വജ് എന്ന് പറഞ്ഞാൽ കറുത്ത തൊലി എന്നാണ് കേട്ടോ. ദസ്കളെ അനസ എന്നും വിളിച്ചിരുന്നു. പാരമ്പര്യ തൊഴില്, വിവാഹ വിലക്കുകൾ, അന്തർഭോജനം തുടങ്ങിയ ജാതീയമായിട്ടുള്ള ആചാരങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല, ഋഗ്വേദത്തിൽ കാണുന്നില്ല. ഋഗ്വേദത്തിന് വർണ്ണത്തെക്കാൾ ജന, ഗണ, വിസ് തുടങ്ങിയ പദങ്ങളുമായിട്ടാണ് കൂടുതൽ പരിചയമുള്ളതെന്നാണ് RS ശർമ്മ പറയുന്നത്. ഈ പദങ്ങളെല്ലാം കുലം അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക ഗ്രൂപ്പിൻ്റെ ലളിതമായൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിലേക്കാണ് സൂചന നൽകുന്നത്. ഋഗ്വേദത്തിലെ കുടുംബ പുസ്തകത്തിൽ ബ്രാഹ്മണ, ക്ഷത്രിയ എന്നീ 2 പദങ്ങളെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ വർണ്ണ എന്ന പദം ആ പദവുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുത്തിയിട്ടില്ല. ബഹുമാനം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ബഹുമാനം ആദരിച്ചിരുന്ന, ബഹുമാനം അർഹിച്ചിരുന്ന ജനവിഭാഗമായിട്ടാണ് ഉപീന്ദർ സിംഗ് ഇവരെ പരിഗണിച്ചിരുന്നത്. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ വൈശ്യ, ശൂദ്ര എന്നീ പദങ്ങളെക്കുറിച്ചൊന്നും പരാമർശങ്ങളില്ല. ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക വിഭജനത്തിന് കാരണമായ പ്രധാന ഘടകം ദാസന്മാരുടെയും ദസ്യുമാരുടെയും കീഴടക്കലാണെന്നാണ് ധായുടെ, ശർമ്മയുടെയും ഒക്കെ അഭിപ്രായം. ദാസൻ, ദസ്യു എന്നിവരെ യഥാക്രമം അടിമകളായിട്ടും ശൂദ്രരായിട്ടുമാണ് അവർക്ക് അതിനുള്ള പദവിയാണ് അവർക്ക് കൊടുത്തിരുന്നത്. പിന്നീടുള്ള വേദകാലഘട്ടത്തിൽ ദാസ എന്ന പദത്തിൻ്റെ അർത്ഥം മാറിയെന്നാണ് റോമില താപ്പർ പറയുന്നത്. മുഖ്യനും പുരോഹിതനും തമ്മിലുള്ള സമ്പത്തിൻ്റെ അസമമായ വിതരണമാണ് സാമൂഹിക അസമത്വങ്ങളിലേക്ക് നയിച്ചതെന്ന് ശർമ്മ വാദിക്കുന്നുണ്ട്. ആര്യന്മാരല്ലാത്തവരെ ആര്യൻ ഗോത്രത്തിലേക്ക് സ്വാംശീകരിക്കുന്ന പ്രക്രിയയും സമൂഹത്തിലെ വിഭജനത്തിന് കാരണമായിട്ടുണ്ട്. ആദിവാസികളായ ആര്യന്മാരല്ലാത്തവർ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. ഒടുവിൽ ഗോത്ര സമൂഹം 3 തൊഴിൽ ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കപ്പെട്ടു. ഏതൊക്കെയാണ്? യോദ്ധാക്കൾ, പുരോഹിതന്മാർ, സാധാരണക്കാർ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് 4ാമത്തെ വിഭാഗം ഉണ്ടാകുന്നത്. അവരാണ് ശൂദ്രർ കേട്ടോ. ഇനി സീനിയർ വംശാവലിയും ജൂനിയർ വംശാവലിയുമാണ്. ഋഗ്വേദ കാലഘട്ടം സാമൂഹിക ജീവിതത്തിൻ്റെ മറ്റ് വംശങ്ങളെ സ്വാധീനിച്ചു എന്ന് റോമില താപ്പർ പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ വിഭാഗത്തിൽ അത് വംശത്തെ അല്ലെങ്കിൽ കുലത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജൂനിയർ വംശം, സീനിയർ വംശം എന്നിങ്ങനെ 2 വംശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി അവരുടെ മതവിശ്വാസത്തെക്കുറിച്ച് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. പ്രകൃതി പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ ആര്യന്മാർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതിനൊക്കെ പ്രകൃതി ശക്തികളൊക്കെ വ്യക്തിപരമാക്കി അല്ലെങ്കിൽ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയൊക്കെ ഗുണങ്ങൾ അതിനോട് ആരോപിച്ചുകൊണ്ട്
ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഭൂപേന്ദർ സിംഗ് ഇത് സ്വാഭാവിക ബൗദ്ധൈവ വിശ്വാസമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവങ്ങളെ ഒരു നരവംശ രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപമായിട്ട് ആരാധിക്കണമെന്നാണ് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതായത് മനുഷ്യർക്ക് സമാനമായ ഒരു ശാരീരിക രൂപം അതിനവർ നൽകിയിരുന്നു. ആകാശവും ഭൂമിയുമായിട്ട് 33 ദൈവങ്ങളുണ്ടെന്ന് ഋഗ്വേദം വാദിച്ചു. ദൈവിക മതവിശ്വാസത്തിൻ്റെ സവിശേഷതകളിലൊന്നാണ് ദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു നിശ്ചിത ക്രമമില്ല എന്നത്. ത്രിപാഠിയുടെ അഭിപ്രായത്തിൽ ഋഗ്വേദ ദൈവങ്ങളെ വിശാലമായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് പൃഥ്വി, സോമ, അഗ്നി തുടങ്ങിയ ഭൗമദൈവങ്ങൾ. രണ്ടാമത്തത് ഇന്ദ്രൻ, വായു, മരുതസ്, പ്രജനൻ തുടങ്ങിയ അന്തരീക്ഷ ദൈവങ്ങൾ. പിന്നെ വരുണൻ, ദയൂസ്, അശ്വിൻ, സൂര്യൻ, സാവിത്രി, മിത്രൻ, പുരുഷൻ തുടങ്ങിയ സ്വർഗീയ ദേവന്മാർ. ഇങ്ങനെ പലതരത്തിലുള്ള ദേവദേവതകന്മാരെ അവർ ആരാധിച്ചിരുന്നു. അവരുടെ പ്രധാന ദൈവങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. ഏറ്റവും പ്രചാരത്തിലുള്ളത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ മഴയുടെ ദേവനായിട്ട് കണക്കാക്കിയിരുന്നു. അതുപോലെ സോമപാനീയം ഉപയോഗിക്കുന്ന ദൈവമായിട്ടാണ് ഇന്ദ്രനെ കണക്കാക്കിയിരുന്നത്. പിന്നെ മറ്റൊരു ദൈവമാണ് അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്, ആരുടെ ഇടയിൽ, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ളൊരു മധ്യസ്ഥനായിട്ടാണ് അഗ്നിയെ കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി 200 ശ്ലോകങ്ങൾ ഇതിലുണ്ട്, പിന്നെ ഋഗ്വേദത്തിൽ വരുന്നുണ്ട്. പിന്നെ സസ്യങ്ങളുടെ ദേവനായി കണക്കാക്കിയിരുന്നത് സോമ. ഇദ്ദേഹം ഇന്ദ്രനോടും അഗ്നിയോടും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ്. മറ്റൊന്നാണ് മരുതസ് എന്ന പേരുള്ള കാറ്റിൻ്റെ ദേവൻ. ഇനി മറ്റൊരു പ്രധാന ദൈവം, ആദ്യകാല ഹിന്ദുവാരൻ ദൈവങ്ങളിൽ ദ്യൗസ എന്ന് പറയുന്ന ഒരു ദേവനും കൂടി ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ വിവിധ ദൈവങ്ങളും ദേവതകൾ കുറവാണ്, ദേവന്മാരെ അവർ ആരാധിച്ചിരുന്നതായിട്ട് പറയാം. അതെന്ന് വെച്ചാൽ പിന്നെ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല, ശാസ്ത്രം വളർന്നിട്ടില്ല. അപ്പോൾ അതിനൊക്കെ അതൊക്കെ എന്തോ ഒരു മഹാത്ഭുതമാണെന്ന് കണ്ടുകൊണ്ട് അതിനെയൊക്കെ ആരാധിക്കുന്ന ഒരു രീതിയാണ് ഋഗ്വേദ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. എല്ലാ ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്കൊരു പ്രധാന പങ്ക് കൊടുത്തിരുന്നു, സ്ത്രീകൾക്ക് പ്രത്യേക ബഹുമാനം നൽകിയിരുന്നു എന്നത് ഋഗ്വേദ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഒരുപാടുണ്ട് ഈ യൂണിറ്റ്, കുറേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക്സ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് മുഖേന ചോദിച്ചാൽ അത് കമൻറ്റിലൂടെ തരാം. കമൻറ്റിലൂടെ ആകുമ്പോൾ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല, അപ്പോൾ അതാണ് വാട്സപ്പിൽ നമ്പർ തരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക്സ്.